പശ്ചിമേഷ്യ വീണ്ടും അനിശ്ചിതത്വത്തിന്റെയും യുദ്ധഭീതിയുടെയും കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഒരു ഇടക്കാല സമാധാനത്തിന്റെ പ്രതീകമായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന പാകിസ്ഥാൻ ധാരണാപത്രം ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണെന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മേഖലയിൽ വീണ്ടും വലിയ സൈനിക ഏറ്റുമുട്ടലിന്റെ സാധ്യത ഉയർത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങാതെ നേരിട്ടുള്ളൊരു സൈനിക നടപടിയിലേക്ക് കടന്നതോടെ ഗൾഫ് മേഖല മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. വെടിനിർത്തൽ കരാർ തകർന്നതിന് പിന്നാലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെയും അതുപോലെ തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. കുവൈറ്റിലെ അമേരിക്കൻ പോർട്രേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഖത്തറിലെ ഉപഗ്രഹ ആശയവിനിമയമായ സൗകര്യങ്ങൾ, ബഹറിലെ അമേരിക്കൻ സൈനിക ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ഏകോപിത ആക്രമണങ്ങളിൽ ഒന്നായാണ് ഇതിനെ ചില നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഒരു ആക്രമണങ്ങൾ വെറും ഒരു സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള നടപടികൾ മാത്രമല്ല എന്ന വിലയിരുത്തലും ശക്തമാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെയുള്ള വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് പലരും ഇതിനെ കാണുന്നത്. അമേരിക്കയുടെ പ്രതിരോധ ശൃംഖലയിൽ വിള്ളൽ വീഴ്ത്താനും മേഖലയിലെ സഖ്യരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ലക്ഷ്യമിട്ട നീക്കമായാണ് ഇതിനെ വിശകലനം ചെയ്യുന്നത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഈ പ്രഖ്യാപനം യുദ്ധവിരാമ ധാരണയുടെ ഔദ്യോഗിക അന്ത്യം കുറിച്ചു എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ധാരണാപത്രം ലംഘിച്ചത് അമേരിക്കയാണെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ആരോപിച്ചു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അമേരിക്കൻ കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നും അതിനാൽ ഇറാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ് എന്നും മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്കൻ സൈനിക നടപടികൾ തുടർന്നാൽ സ്ഥിരമായിട്ടുള്ള ഒരു സമാധാന കരാറിലേക്കുള്ള സാധ്യതകൾ കൂടുതൽ മങ്ങിപ്പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ അമേരിക്ക വീണ്ടും ഇറാനെതിരെ സൈനിക നടപടികൾ ആരംഭിച്ചു. ജൂലൈ 8 രാത്രിയിലും ജൂലൈ 9 പുലർച്ചെയും US സെൻട്രൽ കമാൻഡ് ഹോർമുസ് കടലിടുക്കിന് സമീപം വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാന എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ ആഗോള വിപണികളെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളായിട്ടുള്ള സിരിക്ക്, ബുഷഹർ, കൊണാർക്ക്, ചബ്ഹാർ, ബന്ദർ അബ്ബാസ് തുടങ്ങിയ മേഖലകളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ എന്നിവ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പരിതാപകരമായിരുന്നുവെങ്കിലും മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഗണ്യമായിട്ട് വർദ്ധിച്ചതായിട്ട് വ്യക്തമായിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ അമേരിക്കൻ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ സൈനികരും സാധാരണ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രികളിലും അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളിലും വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നതായിട്ടും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണങ്ങൾ പ്രതിരോധപരമായിട്ടുള്ള നടപടികളാണ് എന്ന വിശദീകരണമാണ് മുന്നോട്ട് വെക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഊർജ്ജ വിതരണ ശൃംഖലയ്ക്കും ഭീഷണിയായേക്കാവുന്ന നടപടികൾ തടയാനാണ് സൈനിക നീക്കങ്ങൾ എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്നാൽ ഈ വിശദീകരണം മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും നേരിട്ട് ഈ ഒരു സംഘർഷത്തിന്റെ ആഘാതം അനുഭവിക്കാൻ തുടങ്ങി. ബഹ്റൈൻ പ്രതിരോധ സേന ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളും ഡ്രോണുകളും വിജയകരമായിട്ട് തകർത്തതായിട്ട് അവകാശപ്പെട്ടു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മണിക്കൂറുകളോളം പ്രവർത്തനക്ഷമമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു താമസ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചെങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. സാധാരണ ജനങ്ങൾ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും വിമാന സർവീസുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു.
കുവൈത്തിലും ഖത്തറിലും സമാനമായിട്ടുള്ള ജാഗ്രതാ നടപടികളാണ് സ്വീകരിച്ചത്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഈ രാജ്യങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജീകരണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള മേഖലകൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ വലയം കൂടുതൽ ശക്തമാക്കി. ഈ സാഹചര്യത്തിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനിയുടെ ശവസംസ്കാര ചടങ്ങുകളും വീണ്ടും വൈകുന്നത്. ഇതിനു മുമ്പ് യുദ്ധ സാഹചര്യങ്ങൾ മൂലം മാറ്റിവെച്ചിരുന്ന ചടങ്ങുകൾ ജൂലൈ 9 നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ സംഭവവികാസങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ വീണ്ടും സുരക്ഷാ ആശങ്കകൾ ഉയർന്നു. വടക്ക് കിഴക്കൻ ഇറാനിലെ വിശുദ്ധ നഗരമായിട്ടുള്ള മഷാദിലെ ഇമാം റിസേവ് ദേവാലയത്തിലാണ് അന്തിമ സംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് നിരവധി ദിവസങ്ങളിലായി നടന്ന ശവസംസ്കാര ഘോഷയാത്ര ഇറാഖിലെ നജാഫിലെയും കർബലയിലും കടന്നുപോയിരുന്നു. ഷിയ ലോകത്തിലെ ഏറ്റവും വിശുദ്ധ നഗരങ്ങളായിട്ടുള്ള ഈ ഒരു കേന്ദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇറാനിലും ഇറാഖിലും ഉടനീളം നടന്ന ഈ ഒരു വിലാപയാത്രകൾ മതപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വലിയ സ്വാധീനം നേടിയിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുമായും ഇസ്രയേലുമായും നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചടങ്ങുകൾ ശക്തമായിട്ടുള്ള വികാര പ്രകടനങ്ങളുടെ വേദിയായിട്ട് മാറി. എന്നാൽ പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചതോടെ വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടത്തുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് അധികാരികൾ വിലയിരുത്തി. അതിനാൽ ശവസംസ്കാര തീയതി വീണ്ടും മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. യുദ്ധഭീഷണികൾക്കിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചെത്തുന്ന ചടങ്ങുകൾ കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം ആഗോള സാമ്പത്തിക വ്യവസ്ഥയും ബാധിക്കാൻ തുടങ്ങി. ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും ആഗോള എണ്ണ വിലകളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കുറഞ്ഞത് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഷിപ്പിംഗ് കമ്പനികൾ കൂടുതൽ ജാഗ്രത പുലർത്താൻ തുടങ്ങി. ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചു. ചില കപ്പൽ കമ്പനികൾ യാത്രാമാർഗങ്ങൾ പുനഃപരിശോധിക്കാനും ആരംഭിച്ചു. എണ്ണ വിപണികളും ഉടൻ പ്രതികരിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഗതാഗത ചെലവുകളും ഇൻഷുറൻസ് നിരക്കുകളും വർദ്ധിച്ചതോടെ ആഗോള സാമ്പത്തിക വിപണികളിൽ അനിശ്ചിതത്വം വ്യാപിച്ചു. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം വർദ്ധിക്കുകയും സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപകർ നീങ്ങുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ സമയവനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങളെ യുദ്ധ ഭൂമിയാക്കരുതെന്നും എല്ലാ കക്ഷികളും നയതന്ത്രപരമായിട്ടുള്ള പരിഹാരങ്ങൾ തേടണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സമാധാനത്തിലേക്കുള്ള വഴി കൂടുതൽ ദൂരെയാണെന്ന് തോന്നിപ്പിക്കുന്നു. പരസ്പരം ആരോപണങ്ങളും സൈനിക നടപടികളും ശക്തമാകുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചോദിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഗൾഫ് തീരങ്ങളിലേക്കും അവിടെ നിന്ന് ആഗോള എണ്ണ വിപണികളിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി വെറും ഒരു പ്രാദേശിക സംഘർഷമല്ല, ലോക സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധിയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ തകർച്ച ഒരു പുതിയൊരു യുദ്ധത്തിന്റെ അധ്യായ തുടക്കമാണോ അതോ നയതന്ത്ര ശ്രമങ്ങൾ വീണ്ടും സമാധാനത്തിന്റെ വഴി ഒരുക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇരു രാജ്യങ്ങളും വലിയൊരു യുദ്ധത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗൾഫ് മേഖലയും. ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രത അവർ മുൻനിർത്തിയിട്ടുണ്ട്. എന്തായാലും വീടുകളിൽ നിന്നും എങ്ങും നിന്നും തന്നെ പുറത്തിറങ്ങരുത് എന്ന്, യാത്ര ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ അടക്കമുള്ള നിരവധി ആളുകൾ അവിടെയുണ്ട്, മലയാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ അംബാസിഡറുമായിട്ട് ഇവിടുത്തെ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, എങ്കിലും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ട്. അതുപോലെ തന്നെ അവിടെ അപായ സൈറണുകൾ മുഴങ്ങുന്നതും വലിയ രീതിയിലുള്ള ഒരു ഭീതി ചെലുത്തുന്നുണ്ട്. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ജനവാസ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് കണക്കാക്കേണ്ടത്. ഇനി ഈ പറയുന്നത് പോലെ തന്നെ അവിടേക്ക് വരുന്ന ഇറാന്റെ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരുപക്ഷെ ഈ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നാണ് പറയുന്നത്. എന്തായാലും ഗൾഫ് മേഖല ഇപ്പോൾ അശാന്തിയിലാണ്, വലിയ രീതിയിലുള്ള ഭീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ യുദ്ധം ആർക്ക് പിടിച്ചു കെട്ടാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ചോദ്യമായി മാറുന്നത്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും, നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ചു എന്നതാണ്. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നോക്കിക്കാണാം.